മൈ ലിറ്റിൽ കണ്ണൻ അവനെ ഇവിടെ കൊണ്ടുവരും. അയൽക്കാർക്കൊക്കെ വലിയ അസൂയ. വാട്ട് അസൂയ? അത് പിന്നെ ഇത്രയും വലിയൊരു ബന്ധം ജ്യോതിക്ക് കിട്ടിയല്ലോ എന്ന് എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയാ. നീക്കയും ജ്യോതിയും വിരുന്നിന് വരാത്ത എന്താന്ന് എല്ലാവരും ദിവസവും ചോദിക്കും. ഞങ്ങള് പാവങ്ങളായതുകൊണ്ട് മരുമകൻ ഇങ്ങോട്ട് വരില്ലെന്നാ അവരൊക്കെ പറയുന്നത്. അവരുടെ വായടപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഡീക്കെ ഇവിടം വരെ ഒന്ന് വന്നാ മതിയായിരുന്നു. ഈ ഉത്സവത്തിന് വന്നില്ലെങ്കിൽ അതിനേക്കാൾ വലിയ നാണക്കേടില്ല. മാനം പോവും. നിങ്ങൾ ഡൗട്ട് അടിക്കണ്ട. പാവങ്ങളും പണക്കാരെന്നൊന്നും ഇല്ല. നമ്മളെല്ലാം മനുഷ്യരാ. പുറമെ കുറച്ച് മസിൽ പിടുത്തൊക്കെ ഉണ്ടെങ്കിലും പട്ടുപോലത്തെ മനസ്സാ അവന്റേത്. എനിക്ക് ഉറപ്പാ അവൻ വരും. ആ ഡോക്യുമെന്റ്സ് അവന് കിട്ടാൻ വേണ്ടി. അവൻ അതിന് പിന്നിൽ വേറെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് മൂർത്തി. എന്ത് ലക്ഷ്യം? അവൻ ചതിയനാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. ആ പെണ്ണ് ജ്യോതിയുടെ അനിയത്തി പ്രിയ, അവളാ ഇപ്പൊ അവന്റെ ലക്ഷ്യം. അതിനെതിരെ നിൽക്കുന്നതോ ജ്യോതി. അവരെ വരുതിയിലാക്കാൻ അവിനാശിനുള്ള പിടിവള്ളിയാണ് ഈ ഡോക്യുമെന്റ്സ്. അത് സ്വന്തമാക്കാൻ വേണ്ടി അവൻ നമ്മുടെ കൂടെ നിൽക്കുകയായിരുന്നു. കൊല്ലും ഞാൻ അവനെ. എന്നെ ചതിച്ചാൽ ഞാൻ അവനെ വച്ചേക്കില്ല. എടുത്തുചാട്ടമല്ല, ബുദ്ധിയാണ് ഇവിടെ ആവശ്യം. ആ ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് DKയുടെ കയ്യിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പണം സ്വന്തമാക്കണം. പണമല്ല, അവന്റെ ജീവനാണ് എനിക്ക് വേണ്ടത്. എത്ര പണം കിട്ടിയാലും അത് നമ്മുടെ നഷ്ടത്തിന് പകരമാവില്ല. നീ പറഞ്ഞത് ഞാൻ സമ്മതിക്കാം. പക്ഷെ എങ്ങനെ? ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല മൂർത്തി. എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ അപ്രതീക്ഷിതമായി മറ്റെന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം. DK ഉത്സവത്തിന് ഭാര്യ വീട്ടിൽ പോയത് തന്നെയാ ആ അത്ഭുതം. അത് നിനക്ക് ഞാൻ വഴിയെ പറഞ്ഞു തരാം. വാക്കുകൾ കള്ളം പറഞ്ഞാൽ കണ്ണുകളെ സത്യം പറയും. ഇതേ നിന്റെ വീടാ. ഇവിടെയാ ഉത്സവം. അവന് വാശിയാണെങ്കിലേ അതിന് 100 ഇരട്ടി വാശിയാ എനിക്ക്. ആ നിന്റെ അച്ഛന് വാക്കു കൊടുത്തത് ഞാനാ. ഉത്സവത്തിന് മരുമകനെ ഇവിടെ കൊണ്ടുവരാന്ന്. ഇനിയും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം. ബന്ധങ്ങൾ എപ്പോഴും പുതുക്കണം. ക്ലാവ് പിടിക്കാതെ ഓട്ടുപാത്രം തേച്ചു മിനുക്കി വെക്കും പോലെ. ഭാര്യ വീട്ടുകാരുടെ സ്നേഹം എന്താണെന്ന് അവനും അറിയണം. മോളെ, നിന്റെ ലവിന് മുന്നിൽ അവൻ കീഴടങ്ങണം. ബേക്കറിക്കാർ ഈ വിജയം ആഘോഷിക്കേണ്ടതാണല്ലോ. എന്തു പറ്റി? ഇന്നെന്താ വല്ലാത്ത ശോകം? ഞാനൊരു കാര്യം പറഞ്ഞ മോള് കേൾക്കുവോ? ഇത്രയും കാലം എന്റെ മകൻ മക്കൾക്കും മരുമക്കൾക്കും വേണ്ടി ജീവിച്ചു. അവരെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അവൻ ചിന്തിച്ചിട്ടേയില്ല. ഇതുപോലൊരു ഉത്സവത്തിനോ കല്യാണത്തിനോ ഒരു ടൂറിനോ ഒക്കെ പോയിട്ട് എത്ര കാലായി. മോളെ, ഈ ഉത്സവം അവന്റെ മനസ്സിൽ എന്നും ഉണ്ടാവണം. ഒരിക്കലും മറക്കാത്തൊരു ഉത്സവം. ഈ ഉത്സവം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഒന്നായിരിക്കണം. ഒരിക്കലും പിരിയാത്ത ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണം. അത് കാണാതെ ഈ ലോകം വിട്ടു പോകാൻ വയ്യ മോളെ. അമ്മ, ഈ അമ്മ എന്തിനാ ഇത്രയ്ക്ക് ഇമോഷണൽ ആവുന്നത്? ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് അമ്മയോട് ഒന്നുകൂടി പറഞ്ഞാലോ? എന്നെ ഇവിടെ കൊണ്ടുവന്ന് സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിച്ച് കീഴ്പ്പെടുത്താന്നാണെങ്കിൽ അത് നടക്കില്ല. ഓർത്തോ?
ഇത്രയ്ക്ക് ഭാവന ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? വേണമെങ്കിൽ ഒരു സിനിമയ്ക്ക് കഥ എഴുതാനുള്ള സ്കോപ്പൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ അതിൽ വേണമെങ്കിൽ ഹീറോയിനായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യാം. എഴുതാം. ഒരു ബേക്കറിക്കാരുടെ ചതി എന്ന് പറഞ്ഞ് ഒരു സിനിമ ഉണ്ടാക്കാം. അപ്പോ നിന്റെ കഥയാണെന്ന് എല്ലാവരും അറിയുകയും ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ വരുന്ന അതിഥികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നിങ്ങളുടെ വീട്ടിൽ വരുന്നവരോട് നിങ്ങൾ എങ്ങനെയാ പെരുമാറുന്നത്? ഇതുപോലെയോ? സാധാരണ എല്ലാവരും അപമാനിക്കുള്ളൂ പതിവ്. അപ്പാമ അമ്മ വെച്ചു. ഇത്രയും നാൾ നിങ്ങളെ സഹിച്ചതിന് എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും ധീരതയ്ക്കുള്ള വനിതയുടെ അവാർഡ് തരണം കേട്ടോ. ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ എന്നെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? തെറ്റ് സംബന്ധിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നോടെ നിനക്ക്. വായിച്ചല്ലോ, നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഈ കേസിൽ പ്രതിയായി നിന്റെ അച്ഛൻ അകത്തുപോകും. എന്റെ അമ്മ, ആ CBI സമ്മതിക്കില്ല. നീ എന്താടി കണ്ണും പിടിച്ചിരുന്ന് ആലോചിക്കുന്നത്? അയ്യോ ഒന്നുമില്ലേ. ചില നേരത്ത് നീ സംസാരിക്കുന്ന കേട്ടാ തന്നെ ഭ്രാന്ത് പിടിക്കും. ഞാൻ പറയുന്ന എന്താണെന്ന് ബുദ്ധിയുള്ളവർക്കേ മനസ്സിലാവൂ. വേണമെങ്കിൽ കഴിച്ചോ. DK ജ്യോതിയുടെ വീട്ടിലേക്ക് വിടാതിരിക്കാനാ മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ആ പ്ലാൻ മുഴുവൻ ഫ്ലോപ്പായി. ഫ്ലോപ്പ് ആയതല്ല, ഫ്ലോപ്പ് ആക്കിയതല്ലേ അമരാവതിയിലെ പത്മാവതി അമ്മ. ഇതിപ്പോ മണ്ണും ചേർന്ന് നിന്നവളെ DKയും കൊണ്ടുപോയി. ഇനി അവിടെ ചെന്ന് അവര് കാണിക്കുന്ന കള്ള സ്നേഹത്തില് DK വീഴാതിരുന്നാ മതി. നിങ്ങൾ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കണ്ട. DK അങ്ങനെയൊന്നും ആർക്കും വീഴ്ത്താൻ പറ്റില്ല. എന്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ DK അമ്മയും കൂട്ടി ഉടനെ തിരികെ എത്തും. ഇതുവരെ DK ഇതുപോലത്തെ ലോ ക്ലാസ് ആൾക്കാരുടെ വീട്ടിൽ പോയി താമസിച്ചിട്ടില്ല. DKക്ക് ആ വീട്ടിൽ ഉറങ്ങാൻ പോലും കഴിയില്ല. എന്തായാലും ജ്യോതി DK ചാക്കിലാക്കി. അതെ അതെ, ഇല്ലെങ്കിൽ പിന്നെ ജ്യോതിയുടെ പേര് കേട്ടാ പുലിയെ പോലെ ചാടുന്ന DK അവളുടെ പിന്നാലെ എലിയെ പോലെ പോയത് എന്തിനാ? അതെ, എല്ലാരോടും കൂടി ഞാനൊരു കാര്യം പറയാം. കുശുമ്പും കുന്നായ്മയൊക്കെ ആവശ്യത്തിന് മതി. എടാ, ഇത് കുശുമ്പും കുന്നായ്മയൊന്നുമല്ല. നീ മിണ്ടായിരിക്കടാ, ഞാനൊന്ന് പറയട്ടെ. കാര്യം DK നമ്മുടെ അമ്മായിച്ചന്. പക്ഷേ ഇപ്പൊ DKയുടെ കല്യാണം കഴിഞ്ഞു. അവരൊരുമിച്ച് ജീവിക്കുകയോ പിരിയോ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. അമ്മയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച മകൻ സന്തോഷത്തോടെ ഇരിക്കണം, അത്രേ ഉള്ളൂ. നമ്മൾ ആരും ഇക്കാര്യത്തിൽ കയറി കൂടുതൽ ഇടപെടാതിരിക്കുന്നത് നല്ലത്. എന്ന് പറഞ്ഞാ നമുക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? DKയുടെ ലൈഫിന് കോട്ടം വരാതെ നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? ഇപ്പൊ നിങ്ങളെല്ലാം ഭംഗിയായിട്ട് സംസാരിക്കുന്നു. പക്ഷേ മൂന്നാറിലേക്കുള്ള യാത്ര മുടക്കാൻ പറ്റില്ല എന്ന് DKയോട് തറപ്പിച്ച് പറയാഞ്ഞതെന്താ? അപ്പോ DK എതിർത്ത് സംസാരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് ഈ വീടിന്റെ ശീലമല്ല. നിങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് ദയവ് ചെയ്ത് ഞങ്ങളെ വലിച്ചഴിക്കരുത്. ഞങ്ങള് വലിച്ചിട്ടാലും നിങ്ങൾ അനങ്ങാപ്പാറകളായിട്ട് നിൽക്കുകയല്ലേ? ഭാര്യമാർക്ക് സപ്പോർട്ട് എല്ലായിടത്തും ഭർത്താക്കന്മാരാ. ഇവിടെ അത് വട്ട പൂജ്യം. അതുകൊണ്ട് ഞങ്ങളുടെ സങ്കടം ഞങ്ങൾക്ക് തന്നെ പറഞ്ഞു തീർക്കാനല്ലേ പറ്റൂ. പ്രിയയുടെ നൈറ്റി ഒന്നെടുത്തുക മോളെ. അതിനെന്താ മമ്മി, ഞാനിപ്പോ എടുത്തുതരാം. ദാ മമ്മി.
അയ്യോ സോറി മോളെ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ മമ്മി? ഇവിടുത്തെ ബാത്റൂം കേടാ, ആ ഫ്ലഷ് കംപ്ലൈന്റ് ആയി പോയി. ആ പ്ലംബർ സുരേന്ദ്ര ഇതുവരെ വന്നില്ല. അയ്യോ മോനെ, ഒന്നും തോന്നല്ലേ. രാത്രി പുറത്തെ ബാത്റൂം ഉപയോഗിച്ചാ മതി. അപ്പൊ ശരി മോളെ, കഥ കടച്ചോണേ. ഇങ്ങനെ നോക്കുന്നു. ഇവിടെ എന്റെ അടുത്തേക്ക് വരുന്നത് മനസ്സിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടാണോ എന്ന് ആർക്കറിയാം. കിടക്കുന്ന കിടപ്പിൽ നനങ്ങാൻ പറ്റിയില്ലെങ്കിലും നിനക്ക് കഥ എഴുതാൻ പറ്റും. ഇതൊക്കെയാ ജ്യോതിയുടെ ട്രെയിനിങ് ആയിരിക്കും. അവിനാശിനെ വിശ്വസിക്കരുത്. ഓ, എനിക്കെതിരെയുള്ള കംപ്ലൈന്റ് ആണല്ലേ? കൊള്ളാം, സബാഷ്. എഴുത്, എഴുതടി, എഴുതടി, എഴുതാൻ. Hey, come on, come on, please. എഴുത്, നീ എഴുത്. നിന്റെ ഉള്ളിലുള്ളതൊക്കെ എന്നെ കുറിച്ച് എഴുത സൂര്യ. ജീവിച്ചിരുന്നാൽ നീ എന്നെ പറ്റി പുറത്തു പറയുമെന്നറിയാമായിരുന്നിട്ടും നിന്നെ ഞാൻ വെറുതെ വിട്ടു. നീ ഈ അവസ്ഥയിലായതുകൊണ്ട് മാത്രം. അപ്പോ നീ കഥ എഴുതും. എപ്പോഴാടി നിന്റെ ശരീരത്തിൽ അനക്കം വന്നത്? അവള് ബുദ്ധിമതിയാ, ആ ജ്യോതി. അതുകൊണ്ടാ അവൾ ഈ റൈറ്റിംഗ് പാഡും പേനയും ഇവിടെ വെച്ചിട്ട് പോയത്. അവക്കറിയാം, ഏതിരയും ജീവൻ തിരിച്ചു കിട്ടുന്ന ആദ്യത്തെ നിമിഷത്തിൽ ചെയ്യുന്നത് വേട്ടക്കാരനെ ചൂണ്ടിക്കാട്ടിക്കൊടുക്കലാണെന്ന്. നീയും പതിവ് തെറ്റിച്ചില്ല. ഇത് കാണാൻ ഇപ്പൊ അവളിവിടെ ഇല്ല. നിന്നെ ഞാനിപ്പോ എന്ത് ചെയ്താലും ആരും അറിയാൻ പോണില്ല. നിന്നെ ഞാൻ സ്വർഗത്തിലോട്ടയക്കട്ടെ. കുറച്ച് സമയം കൂടി നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. ഏറ്റവും സ്നേഹത്തോടെ എന്റെ ഭാര്യയായ നിന്നെ ഞാൻ യാത്രയാക്കും. എന്നിട്ട് എല്ലാവരുടെയും മുൻപിൽ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവായി ഞാൻ കരഞ്ഞഭിനയിക്കും. എന്താ പോരെ? ഈ രാത്രി ഇവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്യുന്നത്? കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടന്നോ? അല്ല, ബാത്റൂമിൽ പോയ ആവശ്യങ്ങളൊക്കെ നടന്നോന്ന്. ബാത്റൂം കംഫർട്ടബിൾ ആയിരുന്നോന്ന്? നിന്റെ ബെഡ്റൂമിനേക്കാളും സമാധാനമുണ്ട്. എന്നാ പിന്നെ അതിനകത്ത് തന്നെ അങ്ങ് താമസിച്ച പോരായിരുന്നോ? ടിഫിൻ, കോഫി, ഡിന്നർ എല്ലാം അങ്ങോട്ടേക്ക് എത്തിക്കായിരുന്നു. നല്ല ഹ്യൂമർ സെൻസ് ആണല്ലോ. അത് ശരി, അവിടെയാണ് ഇതിനേക്കാളും സമാധാനം എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ? ഇതെന്താ പില്ലെടുത്ത് കളയുന്നത്? ഓ, എന്നെ താഴെ കിടത്താനുള്ള പരിപാടിയാണല്ലേ? നടക്കില്ല നടക്കില്ല നടക്കില്ല. ഇത് വെറും പേരിനല്ലേ. ഇതിനേക്കാൾ നല്ലതേ ഡയറക്റ്റ് അറ്റാക്കാ.
കിടക്ക്. ഓ എന്റെ ദേവി. ഓ, ഈ എഞ്ചിനൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ പോലും ഇല്ലല്ലോ ദൈവമേ. ഒന്ന് കണ്ണടച്ചപ്പോഴേക്കും ഗുഡ്സ് ട്രെയിൻ വലിക്കുന്ന പോലെയല്ലേ വലിക്കുന്നത്. അവിനാശേ, ഉറക്കത്തിലാണെങ്കിലും ശത്രുക്കളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് അവൾക്ക്. ഇവൾക്ക് ഈ ലോകത്തുള്ള എല്ലാവരും ശത്രുക്കളാണോ? എന്റെ ദൈവമേ. എന്തൊരു നാറ്റം. മിണ്ടരുത്. ഈ ചാണകവും ഗോമൂത്രം നിന്റെ മുഖത്ത് തേച്ചെറിഞ്ഞാൻ. എന്നെ കൊണ്ട് കോലം കെട്ടിക്കാനുള്ള നിന്റെ പദ്ധതിയല്ലേ ഇത്? അല്ല ചേട്ടാ, ഈ മരുമകൻ ചാണകം എന്ന് പറഞ്ഞ ഞാൻ ചാണകമാണെന്നോ? അങ്ങനല്ല, ഈ മരുമകന്റെ കടമയാ ഇതൊക്കെ. ഇപ്പൊ ചാണകവും ഗോമൂത്രവും മാത്രമേ ഉള്ളൂ. ഓ, ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു. ഗോമൂത്രത്തിൽ ചിലപ്പോ കുളിക്കേണ്ടിയും വരും. ആരെ? ഞാനോ? പിന്നല്ല ഞാന്. മരുമകനല്ലേ ഇവിടുത്തെ അധികാരി. എന്നാലേ കുറച്ച് ചാണകം കുക്ക് ചെയ്ത് കഴിക്കാനും ഫാന്റാസ്റ്റിക് ഐഡിയ. ചേട്ടൻ കൈ എല്ലാരും നോക്കുന്നുണ്ടല്ലേ? ഞാൻ വെള്ളം ഒഴിച്ചരാവേ. അങ്ങോട്ട് നീക്കി പിടിക്കേ. പുത്തമ്പണക്കാരൻ മരുമോൻ. ഹലോ, റൊമാൻസ് ഒക്കെ പിന്നെ ദീപം കത്തിക്കാനേ സമയായി. കം കം. അതെ വരുന്നു. മതി. അതെ, ചാണകവരളി കത്തിക്കാൻ സമയമായി. വന്നാട്ടെ. അതെ വരുന്നു. ഇങ്ങോട്ട് കയറി എന്നോളൂ. എങ്ങോട്ടേക്ക്? ഇതാ ഓമോണ്ടത്തി ഇട്ടുള്ളൂ. അയച്ചോ. പേടിക്കണ്ട, നല്ലതുപോലെ ഉണങ്ങിയതാ, മാറ്റമൊന്നുമില്ല. ഇതെന്താ ചാണകവരളി എടുത്തു വെച്ച് ദിവാസപ്പനം കാണുന്നു? അതെ, മരുമകൻ ഇതൊന്നും പരിചയമില്ല. അതാ എന്ന് വെച്ച് ചടങ്ങ് ഭക്തിയോടെ ചെയ്യണ്ടേ? ഭഗവാന്റെ കാര്യമല്ലേ. നിങ്ങളുടെ മരുമകൻ വലിയ പണക്കാരനായിരിക്കും, റെസ്റ്റോറന്റ് മുതലാളിയായിരിക്കും, പക്ഷെ ഈശ്വര വിശ്വാസം തീരെയില്ല. അതിന് ഇവളവനെ അടിച്ചെടുത്തല്ലേ. കുട്ടമ്പിള്ളേ, മതി പരദൂഷണം. ഈ ചടങ്ങൊന്ന് കഴിയട്ടെ. ഇത് നിങ്ങളുടെ സ്വന്തം ഭാര്യ. നിങ്ങളിപ്പോ ഭാര്യ വീട്ടിലെ ഗസ്റ്റ് മനസ്സിലായോ? ഭാര്യയാണെന്ന് ഞാനും കൂടി സമ്മതിക്കണ്ടേ? ഹലോ, അതിന് നിങ്ങളുടെ സമ്മതം എന്തിനാ? ഇത് മതി. എന്തുവാ? ഇന്ന് നിങ്ങളല്ല ഇങ്ങനെ കോരി ഒഴിച്ചു കുളിക്കുന്നേ. ഞങ്ങള് വെള്ളം ഒഴിച്ചു തരും, ശരീരം തേച്ചു തരും, കാല് കഴുകി തരും, തല തോർത്തിയും തരും. അനങ്ങാതെ ഇരിക്കണം. അനുസരണയുള്ള നല്ല കുട്ടിയെ പോലെ. പുതിയ ഡ്രസ് ഇടിക്കാൻ സമ്മതിക്കണം. എന്നാ പിന്നെ ഡ്രസ് ഇടിക്കുന്നില്ല പോരെ? അത് ക്യാൻസൽ ചെയ്തേക്കും.
നീയൊക്കെ ശരിക്കും ചട്ടമ്പികളാണോ? പുറമേ കണ്ട പഞ്ചപാവം, ഉള്ളില് തനി റൗഡികൾ. ഞങ്ങള് റൗഡികളാണെങ്കിലേ നിങ്ങള് ഹിറ്റ്ലർ അല്ലേ ഭർത്താവ്? നീ എന്നെ ഭർത്താവെന്ന് വിളിക്കരുത്. ഭർത്താവിന് പിന്നെ ഭർത്താവെന്നല്ലാതെ വേറെന്താ വിളിക്കും? അളിയാന്ന് വിളിക്കാൻ പറ്റുമോ ഭർത്താവേ? നീ എന്നെ ഭർത്താവെന്ന് വിളിക്കണ്ട, അളിയാന്ന് വിളിക്കണ്ട. എന്നാ പിന്നെ സാറേന്ന് വിളിച്ചാലോ? ഈ അളിയനെ ശരീരം മുഴുവൻ അങ്ങ് ജാടയാ. കയ്യെടുക്കടി. ഇനി നിന്റെ കൂടെ നിന്ന ടെൻഷൻ കൊണ്ട് ഞാൻ മരിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് പിരിയാം. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. നീ എന്റെ പിന്നാലെ വരരുത്. എന്നെ ഉപേക്ഷിച്ചു പോയാൽ നിനക്ക് സമാധാനം കിട്ടുമെങ്കിൽ നീ പൊയ്ക്കോ. പക്ഷേ ആ DKയുടെ ജീവൻ എടുക്കാതെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വരില്ല. പിന്നെ ജീവൻ എടുക്കും പോലും. അതിനെ നട്ടല് നല്ല ഉറപ്പ് വേണം. നിന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. കഴിവ് കെട്ട ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നത് ഏതൊരു സ്ത്രീക്കും നരകം തന്നെയാ. എന്തു പറഞ്ഞടി? എന്താ വേണ്ടെന്ന് വെച്ചത്? അടിക്കുന്നില്ലേ? അതിനും വേണം ഒരു ധൈര്യം. വീട്ടിലുള്ള ഭാര്യയ്ക്ക് നേരെ കൈ ഉയർത്താൻ ഏതൊരാണിനും പറ്റും. പക്ഷെ നട്ടലുള്ളവനോട് ഏറ്റുമുട്ടാൻ വെറും ധൈര്യം മാത്രം പോരാ, ചങ്കൂറ്റം വേണം. മരണത്തെ പോലും പേടിയില്ലാത്ത ചങ്കൂറ്റം. അതേടി, നീ എന്നെ അങ്ങനെ കൊച്ചാക്കാൻ നോക്കണ്ട. കണ്ടലിന് നല്ല കരുത്തും കാലനോട് പോലും വഴിമാറാൻ പറയാനുള്ള ചങ്കൂറ്റമുള്ളവൻ തന്നെ ഈ മൂർത്തി. പക്ഷേ നീ ഒരു ദിവസം എന്നോട് പറഞ്ഞില്ലേ ചിലയിടത്ത് ജയിക്കാൻ തന്ത്രം വേണമെന്ന്? അതാ ഞാനിപ്പോ കളിക്കുന്ന കളി. അവിനാശ് ഇന്നലെ വന്നപ്പോ ആ ഡോക്യുമെന്റ്സ് അവന് കൊടുക്കാന്ന് പറഞ്ഞത് എന്ത് തന്ത്രമാണ്? നീ എന്തിനാ അവനെ ഇങ്ങനെ പേടിക്കുന്നത്? എനിക്കവനെ പേടിയില്ല. പക്ഷേ അവൻ അപകടകാരിയാണ്. ഏതു സമയത്തും അവന് നമ്മളെ കുടുക്കി ജയിലിലടയ്ക്കാൻ സാധിക്കും. തോൽവിയുടെ വക്കിൽ നിൽക്കുമ്പോ ഏതൊരാണും പറയുന്ന വാക്കാ നീ ഇപ്പൊ പറഞ്ഞത്. DK ഭാര്യ വീട്ടിൽ പോയി ഉത്സവം ആഘോഷിക്കുന്നു. ആ വീടിന്റെ ആധാരവും അയാളൊപ്പിട്ട മുദ്രപത്രങ്ങളും നിന്റെ കയ്യിൽ. എന്നിട്ടും DKയോട് അത് വെച്ച് വിലപേശുന്നതിന് പകരം നീ ആ ഡോക്യുമെന്റ്സ് അവിനാശിന് കൊടുക്കാമെന്ന് പറഞ്ഞു. കഷ്ടം. അതെ, പൗരുഷം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ല. അത് ജന്മം കൊണ്ട് തന്നെ കിട്ടണം. നിന്നെ കൊന്നിട്ട് എന്റെ പൗരുഷം കാണിക്കാൻ എനിക്ക് മനസ്സില്ല. ആ DKയുടെ ഓരോ നീക്കവും ഞാൻ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഞാൻ അവനോട് ഈ ഡോക്യുമെന്റ്സ് വെച്ച് വിലപേശും. പണത്തിനു വേണ്ടി മാത്രമല്ല, അവന്റെ ജീവന് വേണ്ടിയും. അവസരങ്ങൾക്ക് വേണ്ടി ബുദ്ധിയുള്ളവർ വെയിറ്റ് ചെയ്യില്ല. ഒന്നുകിൽ DKയെ നശിപ്പിച്ചിട്ട് വാ, അല്ലെങ്കിൽ കൊന്നിട്ട് വാ. നിന്നെ ഞാൻ അംഗീകരിക്കാം. ഇതെന്താണെന്ന് പറ. എന്താ പറയുന്നില്ലേ? ഇത് ഒരു പ്രത്യേകതരം പച്ചമുളക. ചില നാടുകളിൽ ഇതിനെ കന്നംപൊട്ടി എന്ന് വിളിക്കും. കാരണം ഇതൊരെണ്ണം തിന്നാൽ ആൾ എരിഞ്ഞു ചാവും. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇത് ഇന്ത്യയിലേക്ക് വന്നത്. ഇതിനെ ഭർത്താവിനെ കൊല്ലി എന്നൊരു നാടൻ പേര് കൂടി ഉണ്ട് തിരുവിതാംകൂർ ഭാഗത്ത്. തെറ്റിപ്പോയി, ചേട്ടന് തെറ്റിപ്പോയി. ഇത് മുളകല്ല. നോൺസെൻസ്. ഇത് മുളക് തന്നെ, ഒരു സംശയമില്ല. തെറ്റിപ്പോയി ഹിറ്റ്ലറെ, ഇത് മുളകല്ല. ഇത് പച്ചമുളകൊന്നും അല്ല ചേട്ടായി. തോൽവി സമ്മതിച്ചോ? വേണമെങ്കിൽ ഒരു ഓപ്ഷൻ കൂടി തരാം. സ്മെല് ചെയ്തിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ ടേസ്റ്റ് ചെയ്ത് പറഞ്ഞാലും മതി. അല്ലേ ചേച്ചി? അതെ. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ തോൽവി സമ്മതിക്കണം. ശരി, ഓക്കെ. എന്നാ വാ തുറന്നേ. ശ്ശോ.
ഞാൻ പറഞ്ഞില്ലേ മോളെ കാണുന്നു. എനിക്ക് ഇത്തരം ചടങ്ങുകളിലൊന്നും വിശ്വാസമില്ല. വിശ്വാസത്തിന്റെയും വിശ്വാസം ഇല്ലായ്മയുടെയും കാര്യമൊന്നും അല്ല മോനെ. ഇത് ഞങ്ങളുടെ കുടുംബത്തിലൊരു ചടങ്ങാ. ചടങ്ങ് നടന്നേ പറ്റൂ. ദേവി അത് അങ്കിള് പറയുന്നത് കേൾക്കണം. ഇരിക്കും മോനെ. ഇരിക്കും മോനെ. വാ. ആ ഇരിക്കടാ. ഇരിക്കേ. ആദ്യം ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കേണ്ടത് അമ്മയാണ്. ആശാലതേ, മോനെ കാലെടുത്താ തളികയിൽ വെക്കൂ. അമ്മ, ആന്റി എന്തിനാ എന്റെ കാല് കഴുകുന്നേ? നിന്റെ മാര്യേജിന് സാധാരണ വരനെ കാല് കഴുകി മാലയിട്ടാ സ്വീകരിക്കുന്നത്. അന്ന് അതൊന്നും ചെയ്യാൻ ഇവർക്ക് പറ്റിയില്ലല്ലോ. അതിന്റെ പ്രായശ്ചിത്തം കൂടിയ ഈ ചടങ്ങ്. മോനെ, നീ ഈ വീടിന്റെ മരുമകനാ. മരുമകനേക്കാൾ വലിയ ബന്ധുക്കളില്ല എന്നുള്ളതാണ് ഈ ചടങ്ങിന്റെ അടിസ്ഥാനം. പെൺകുട്ടികൾ സീതാദേവിയും മരുമകൻ ശ്രീരാമചന്ദ്രനും. അങ്ങനെയാണ് വിശ്വാസം. അശലതേ, തുടങ്ങിക്കോ.